കണ്ടോ, ഹെഡിലെ കൺട്രോൾസ് ഞാൻ പിടിച്ചു. കൺട്രോൾസ് പിടിച്ചപ്പോൾ കണ്ടോ ഐസ്, നോസ്, ആ ലൈൻസ് കോമൺ പീപ്പിളിന് മനസ്സിലാവാനുള്ള ഒരു രീതി പറഞ്ഞാൽ എല്ലാം കൺട്രോൾഡ് ആണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കുന്ന രീതിയിൽ വെച്ചാൽ ഫേസിൽ അല്ലെങ്കിൽ എവിടുത്തെയാണോ അവിടുത്തെ കൺട്രോൾസ് നമുക്ക് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും അവിടുത്തെ ഏരിയയിലെ ചേഞ്ചസ്. ഉണ്ട് എല്ലാത്തിനും ഒരു ലിമിറ്റഡ് ലെവൽ, ഒരു ലിമിറ്റ് കൊടുത്തിട്ടാണ് കൺട്രോൾ കൊടുത്തേക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ലിമിറ്റ് ഇല്ലായെങ്കിൽ നമ്മൾ വലിച്ചു നീട്ടുമ്പോൾ ചുവിങ്കം പോലൊക്കെ വലിച്ച് നീണ്ടു വന്നേനെ. ഉണ്ടോ ചെവി, പല ആൾക്കാരുടെയും ചെവി പല ഷേപ്പിലാണ് ഇരിക്കുന്നത്. അത് ചിലപ്പം ഫ്രണ്ട് ഫേസിംഗ് ആയിട്ടുള്ള ചെവിയുണ്ട്, സൈഡ് ഫേസിംഗ് ആയിട്ടുള്ള ചെവിയുണ്ട്, അങ്ങനെ കുറേ ടൈപ്പ് ചെവികളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്ത് ശരിയാക്കാൻ പറ്റും. കണ്ണിൻ്റെ ആ ഒരു പോള ശരിയാക്കാൻ പറ്റും, മൂക്ക് ശരിയാക്കാം, ചുണ്ട്, പിന്നെ ഒരു താടിയല്, ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അതൊക്കെ നമ്മൾ വീക്ഷിക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യാരക്ടറിനെ എങ്ങനെ വേണം, അല്ലെങ്കിൽ അയാളുടെ ഫോട്ടോ ഫ്രണ്ടിലുണ്ടാവണം. അങ്ങനെയാണ് ഈ ഇവിടെ ചേഞ്ചസ് വരുത്തി ഒരു മാക്സിമം നമ്മുടെ ഒരു ക്യാരക്ടറിലോട്ട് എത്തിക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇവിടെ കണ്ടോ ഞാൻ ആ മൂക്കിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേണ്ട ഒരു ലെവലിലോട്ട് എത്തിക്കുമ്പം കറക്റ്റായിട്ട് കിട്ടും. ഇതിപ്പോൾ എനിക്ക് വളരെ വല്ലാതെ മൂക്ക് നീട്ടാൻ പറ്റുന്നില്ല. അതെന്താ കാര്യം എന്ന് വെച്ചാൽ ഒരു ലിമിറ്റുണ്ട് ഇവിടെ. അത് ഞാനൊരു ഏഷ്യൻ ക്യാരക്ടറിനെ എടുത്തത്. ഏഷ്യൻ ക്യാരക്ടറിന് ബേസിക്കലി മൂക്ക് നീളം അധികം കുറവാണ്. എന്നൊരു ഇത് അസംഷനിലാണ് ഇതിങ്ങനെ ചെയ്തേക്കുന്നത്. ഏകദേശം നമ്മൾ നല്ല മൂക്ക് നീണ്ടൊരു പ്രീസെറ്റ് ആയിരുന്നു, അവതാറായിരുന്നു എടുത്തിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ നീണ്ട് കിട്ടിയത്. ഓക്കെ, ഐസിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ആ ഒരു ഇഫക്റ്റ് മാറുന്നതനുസരിച്ച് ഫേഷ്യൽ ഫീച്ചേഴ്സ് മാറിക്കൊണ്ടിരിക്കും. ഫേഷ്യൽ ഇമോഷൻസ് നമുക്ക് മാറുന്ന കാണാം. ഹാപ്പി ആണോ അതോ ആംഗ്രി ആണോ എന്നൊക്കെയുള്ള രീതിയിലുള്ള ചേഞ്ചസ് ഒക്കെ ഓട്ടോമാറ്റിക് ചേഞ്ചസ് വരുന്നതിലൂടെ വരും. പിന്നെ ഐബ്രോസ് നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യാരക്ടറിനുള്ള ഐബ്രോസ് എങ്ങനെ വേണം, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന റെഫറൻസ് ഫോട്ടോയിലുള്ള ഐബ്രോ എങ്ങനെയാണ്, അതനുസരിച്ച് മാറ്റണമെങ്കിൽ എങ്ങനെ ചെയ്യണം, ഈ ലൈബ്രറിയിൽ നിന്ന് എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ഐലാഷസ് വളരെ കൺട്രോൾഡായിട്ട് ലെവലിൽ ചിന്തിച്ച് വേണം കൊടുക്കാനായിട്ട്. കൂടിക്കഴിഞ്ഞാൽ ഗേൾസിനെ പോലെ ഇരിക്കും, ഗേൾസിൻ്റെ ഐബ്രോസ് പോലെ ഇരിക്കും. അപ്പോൾ ഒരു മീഡിയം ലെവലിലുള്ള രീതിയിൽ വേണം ഐലാഷസിൻ്റെ ലെങ്ത് നോക്കിയിട്ട് കൊടുക്കാനായിട്ട്. ഓക്കെ, ഇനിയും മുസ്താഷ് പല ലെവലിലുണ്ട്. ലൈബ്രറിയിലുള്ള ലെവലാണ് നമ്മളിപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നത്. ഉണ്ടോ, മുസ്താഷ് കഴിഞ്ഞ് ബേഡ് എടുത്തു. ബേഡ് വന്നുകൊണ്ടില്ലേ. പിന്നെ വരുന്നത് ബോഡി പ്രപ്പോർഷൻസ് ആണ്. ഇപ്പോൾ ഒരു ഗേളിൻ്റെ പ്രപ്പോർഷനാണ് ഇപ്പോൾ കൊടുത്തത്. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ഓക്കെ, ശരിക്കും നമ്മൾ ലെഫ്റ്റ് സൈഡിൽ താഴോട്ട് ഗേൾസും റൈറ്റ് സൈഡിൽ മേളിയും താഴോട്ട് ബോയ്സും ജെൻസും ആണ് ഉള്ളത്. അപ്പോൾ ഒബേസ് ആയിട്ടുള്ളതും ലീൻ ആയിട്ടുള്ളതും ഫിറ്റ് മാനുമാണ് ഇവിടെ കാണിക്കുന്ന 3 പ്രപ്പോർഷൻസ്. ഇത് നല്ല ലീൻ ബോഡിയാണ്, ഇത് കുറച്ചുകൂടെ ഒബേസ് ആയിട്ടുള്ള ബോഡിയാണ്. ഇപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്തത്. ടോപ്സ് എന്ന് പറയുമ്പോൾ മേളത് ടീഷർട്ടോ ഷർട്ടോ എന്താ വെച്ചാൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. 2 കളർ കാണുന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ 2 കളറും ഒരേപോലെ ആക്കാൻ ഇവിടെ ഹെക്സ് വാല്യൂ എന്നൊരു വാല്യൂ ഉണ്ട്. ഈ വാല്യൂ സെലക്ട് ചെയ്തിട്ട് നമ്മൾ 2ലും ഒരേ വാല്യൂസ് ആക്കി കൊടുത്താൽ മതി. ടീഷർട്ടിൻ്റെ വാല്യൂ എല്ലാം കറക്റ്റ് ചേഞ്ച് ചെയ്ത് എക്സാക്ട് വാല്യൂ ആയി മാറും. ഹ്യൂ, സാച്ചുറേഷൻ, വാല്യൂ, HSV ഇതെല്ലാം സെയിം ആയിട്ട് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. രണ്ടും ഒരേപോലത്തെ ആക്കിയാലും ചെറിയ വേരിയേഷൻസ് കാണില്ല എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ആ കൈയുടെ കളറും ചെസ്റ്റ് ഏരിയയിലുള്ള ഡ്രസ്സിൻ്റെ കളറും വേറെ ആയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന സാമ്പിളില്ല. പക്ഷേ രണ്ടും ഒന്നാക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ യെസ് വി ക്യാൻ. നെക്സ്റ്റ് ബോട്ടംസ്, പാൻസ് അത് എങ്ങനത്തെ കളർ വേണം, ജീൻസ് വേണോ ഫോമൽ വേണോ ഒക്കെയുള്ള ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ആ ടൈപ്പിലൊരു പ്രീസെറ്റ് ചൂസ് ചെയ്യുക, അതിൽ ചേഞ്ചസ് വരുത്തുക. ഓക്കെ, ആൻഡ് ഷൂസ് ഉണ്ട്, ചപ്പൽ, ഷൂസ്, എല്ലാ ടൈപ്പ് ഷൂസും ഉണ്ട്. ഫോമലുണ്ട്, പിന്നെ ഒരു ഗോൾഫ് ടൈപ്പ് ഉണ്ട്, ബൂട്ട്സ് ഉണ്ട്, റണ്ണിങ് ഷൂസ് ഉണ്ട്, അങ്ങനെ എല്ലാ ടൈപ്പ് ഷൂസും ഉണ്ട്. ഓക്കെ, ഓൾ സെറ്റ്. നമ്മളിപ്പോൾ ഒരു ആളെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ് വിത്ത് സ്കിൻ ടോണ് തൊട്ട് ബൂട്ട്സ്, ഡ്രസ്സ്, ടീഷർട്ട്, മുസ്താഷ്, ബിയേഡ്, പിന്നെ ഫേഷ്യൽ ഫീച്ചേഴ്സ് എല്ലാം കൺട്രോൾ ചെയ്തു, പിന്നെ ഹെയർ കൺട്രോൾ ചെയ്തു. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ഒരു ക്യാരക്ടറിനെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഇതിനുള്ളിലുള്ള ഇപ്പോൾ ഷൂസിൻ്റെ കളർ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിപ്പോൾ മെറ്റാ ഹ്യൂമൻ ക്രിയേറ്ററിൽ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിലുള്ളൊരു പ്രീസെറ്റിലുള്ള ആളിനെ എടുത്തിട്ട് നമ്മുടെ രീതിയിൽ മാറ്റാൻ പറ്റുന്ന ലെവലിലുള്ളൊരു ക്യാരക്ടറിനെ എടുത്തുകൊണ്ട് വന്നത്, സിമിലർ ഫീച്ചേഴ്സുള്ള ഒരാളിനെ, എന്നിട്ട് ആ രീതിയിൽ മാറ്റിയെടുത്തു. അതാണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ,
നമുക്കിവിടെ ഏറ്റവും താഴെ നോക്കി ഇവിടെ ഐഡിൽ, ഫേസ് റോം, ബോഡി റോം, ഹാപ്പി എന്നൊക്കെ പറഞ്ഞ് കുറേ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഉണ്ടോ, ചിരിക്കുന്നൊരു പോസാണ് കൊടുത്തത്, ദേഷ്യപ്പെടുന്നൊരു പോസ്, ആങ്കർ, ഫിയർ, ഇങ്ങനത്തെയൊക്കെ പോസുകൾ അങ്ങനെ നിർത്താൻ വേണ്ടി നല്ലതാണ്. അങ്ങനത്തെ പോസിലൊക്കെ ആക്കി നിർത്താൻ പറ്റും. ആൻഡ് ഇവിടെ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റുഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ലൈറ്റ് സെറ്റപ്പ് ചെയ്യുകയാണ്. ഫേസിലൂടെ ലൈറ്റ്സ് അടിക്കും കേട്ടോ, ലൈറ്റ്സ് കൊടുക്കുന്നു. സ്റ്റുഡിയോ ലൈറ്റിംഗ് സെറ്റപ്പ് കൊടുക്കുകയാണ്. 2.3 പോയിൻറ്റ് ലൈറ്റിങ്ങിൻ്റെ കോൺസെപ്റ്റിലാണ് കൊടുക്കുന്നത്. ഇവിടെ സ്റ്റുഡിയോ ലൈറ്റിംഗ് കൊടുക്കുന്നത് വെച്ചാൽ ഒരു പ്രീസെറ്റ് ഉണ്ട്, സ്റ്റുഡിയോ പ്രീസെറ്റ് ഉണ്ട്. ആ സ്റ്റുഡിയോ പ്രീസെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ലൈറ്റിംഗ് അവർ തരും. നമുക്ക് മാനുവലി ലൈറ്റ്സ് വെക്കേണ്ട കാര്യമില്ല. ആംഗിൾ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ, ഓരോന്ന് ഇൻഡോർ ഔട്ട്ഡോർ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സ്കിന്നിലുള്ള ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഷാഡോ ഔട്ട്ഡോർ ആകുമ്പോഴത്തേക്ക് ഷാഡോ ഒന്ന് കുറച്ചുകൂടി ഇൻറ്റൻസ് ആയിട്ട് ബേണിംഗ് ഇഫക്റ്റ് കാണുന്നുണ്ട് കയ്യിലെല്ലാം. പിന്നെ നമുക്ക് എന്തെങ്കിലും ആൽഫ വേണമെങ്കിൽ ആൽഫയ്ക്ക് വേണ്ടിയുള്ളതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ടത്. പിന്നെ ഓരോരോ ഇൻറ്റീരിയർ ലൈറ്റ്സ് കാണാൻ പറ്റുന്നുണ്ട്. ഡ്രമാറ്റിക് ലെവലിലുള്ള ലൈറ്റ് വേരിയേഷൻസ് നമുക്കിവിടെ കാണുന്നുണ്ട് കണ്ടോ. ഏകദേശം ഈ ലൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മൾ HDRI ലൈറ്റിംഗ് എന്ന് പറയും. 3ds Max അല്ലെങ്കിൽ മായ എന്ന് പറഞ്ഞ ആനിമേഷൻ സോഫ്റ്റ്വെയർസിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റുഡിയോ ലൈറ്റിങ്ങിൻ്റെ സെറ്റപ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഡോം ലൈറ്റ് അല്ലെങ്കിൽ ചെയ്യുന്നത് HDRI ലൈറ്റിംഗ് ആണ്. ഹൈ ഡൈനാമിക് റേഞ്ച് ഇമേജറി എന്ന് പറയും. അതാണ് HDRI, ഹൈ ഡൈനാമിക് റേഞ്ച് ഇമേജറി. അപ്പോൾ അങ്ങനത്തെ ഇതുപോലത്തെ ഒരു മീൻസ് ഓൾറെഡി എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫാണ്. ആ ഫോട്ടോഗ്രാഫിനെ എടുത്ത് നമ്മൾ ഇതിലോട്ട് വെക്കുമ്പോൾ ഫോട്ടോഗ്രാഫിയിലുള്ള ആ ഒരു ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് സൈഡ്സ് അനുസരിച്ച് നമ്മുടെ ഇമേജിലോട്ട് ചേഞ്ചസ് ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ഈസി ആയിട്ട് ലൈറ്റ്സ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ലെവൽ ഓഫ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. LOD 4 എന്ന് കാണുമ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് കുറവാണ്. അപ്പോൾ ഞാൻ നോക്കിയതാണ്. LOD 4 എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഇത് തിരിച്ചാണ് വന്നേക്കുന്നത്. LOD 0 കൊടുക്കുമ്പോഴാണ് ഹൈ ക്വാളിറ്റി വരുന്നത്. 4-5 ലെവലിലോട്ട് താഴോട്ട് പോകുമ്പോഴത്തേക്ക് ഡീറ്റെയിൽസ് കുറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കൊടുത്തത് റിയൽ ലൈറ്റ്സിൽ കാണുമ്പോൾ എങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഇതാണ് കേട്ടോ. ഇവിടെ നേരത്തെ നമുക്ക് നോക്കിയപ്പം കറണ്ട് വേർഷൻ എന്ന് പറയുന്നതിനകത്ത് ഒന്നുമില്ലായിരുന്നു ക്യാരക്ടേഴ്സ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ക്രിയേറ്റ് സെലക്റ്റഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് അവിടെ നിന്ന് വന്ന് ഒരു ക്യാരക്ടറിനെ എടുത്തിട്ട് പ്രീസെറ്റ് ക്യാരക്ടറിനെ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ചേഞ്ചസ് വരുത്തി ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു വേർഷനാണ് കറണ്ട് വേർഷൻ എന്ന് പറയുന്നതിനകത്ത് കിടക്കുന്ന കിറ്റ് ഫിൽ.